കൊട്ടാരം കാണാൻ പോവാണ്. പാലസിലേക്ക് എത്താറായിണ്ട്. നമ്മള് പാർലമെന്റിന്റെ അവിടേക്ക് എത്തി. ലാൽബാഗ് പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങള് തൃശ്ശൂർ എത്തി. വീട്ടിലേക്ക് എത്തി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങള് വീണ്ടും ഇറങ്ങിണ്ട്. ബാംഗ്ലൂര് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങള് ഇന്നിപ്പോ കൊട്ടാരം കാണാൻ പോവാണ്. ഏതൊരു പാലസൊക്കെ ഉണ്ട് ഇവിടുന്ന് പറയുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോ ബാംഗ്ലൂർ പാലസ് കാണാൻ പോവാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പോഴാണ് അത് കാണാൻ ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഞങ്ങളത് കാണാൻ പോയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരണ്ടേ. കണ്ടോട്ടെ, പിന്നാലെ വന്നിട്ട് കണ്ടോളെ. ഓക്കെ. അല്ലല്ലോ പുല്ലല്ലോ അലെ പുല്ലല്ലോ അല്ലല്ലോ അല്ലല്ലോ പുല്ലല്ലോ അലെ പുല്ലല്ലോ. കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ നമ്മുടെ കേരള പിറവി നമ്മുടെ ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ കർണാടക പിറവിക്ക് ഞങ്ങൾക്ക് തന്നതാണ് ഭക്ഷണം. എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം കൊടുക്കണ്ട. അപ്പൊ ഞങ്ങൾക്കും തന്നു. ഞങ്ങൾ വിചാരിച്ചു പായസാന്ന് വിചാരിച്ചത്, പക്ഷെ പായസമല്ല, അത് ഇവിടത്തെ ഒരു നാസ്തയാണ്. അപ്പൊ ഞങ്ങളിത് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ. നമ്മള് പാലസിലേക്ക് എത്താറായിണ്ട്. ഇതാണ് ഇത് നമ്മള് പാലസിലേക്ക് കടക്കണ എൻട്രൻസ്. ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, നമ്മള് പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലസ്. നമ്മൾ അകത്തേക്ക് കടക്കാൻ പോവാണ്. അകത്തേക്ക് മൊബൈൽ അലൗഡ് ആണോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല. അലൗഡ് ആണെങ്കിൽ ഉള്ളിലത്തെ കാഴ്ചകളോ കാണിച്ചു തരാം, അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളെ നമുക്ക് കാണേണ്ടി വരും. ഓക്കെ. ഞങ്ങള് കൊട്ടാരമൊക്കെ കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഉള്ളില് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പൊ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പിഴയാണ്, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. സോറി. അപ്പൊ നമുക്ക് ഇനി അടുത്ത വേറെ എവിടേക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും വീഡിയോ കിട്ടുമോ നോക്കിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഞങ്ങള് കൊട്ടാരമൊക്കെ കണ്ടു, ഒരുപാട് ഫോട്ടോ എടുത്തു. ഇപ്പൊ അത് അവരുടെ ഗാർഡനാണ്. നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ. നമ്മള് ബാംഗ്ലൂർ പാലസൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങൾ അടുത്തത് കബോൺ പാർക്കിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഇനി അടുത്ത വിശേഷമായിട്ട് നമുക്ക് കാണാം. നമ്മള് പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് പാർലമെന്റ്. നമ്മള് പാർലമെന്റിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് പാർലമെന്റ്. സൂപ്പറാണ്. ഇതാണ് ഗവൺമെന്റ് വർക്കീസ് ഗോഡ്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിപ്പോ വിശന്ന് ശോഭമാളിക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്താ ഭക്ഷണം കിട്ടുകയെന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബർഗറാണ് പറഞ്ഞിരിക്കുന്നത്. വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ്. ഇവരൊക്കെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയില്ല എന്തൊക്കെയോ പറഞ്ഞു. വരുമ്പോ ഇന്ന് കയ്യിലിട്ട് വരാം. ബർഗർ വന്നിട്ടുണ്ട്. കഴിക്കട്ടെ. കബൻ പാർക്കിൽ വന്നതാണ്. ഇവിടെ ഒടുക്ക തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഞങ്ങളിവിടെ ഇറങ്ങണില്ല, ഭയങ്കര തിരക്കാണ്. ടിക്കറ്റിന് തന്നെ ഭയങ്കര ക്യൂ ആണ് ടിക്കറ്റ് എടുക്കാന്. വൈകുന്നേരം ആവും ടിക്കറ്റ് കിട്ടാൻ തന്നെ. ഞങ്ങളിവിടെ ഇറങ്ങണില്ല, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കബൻ പാർക്കിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ലാൽബാഗ് പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. പേരയ്ക്ക വാങ്ങിച്ചിട്ട് കഴിക്കാന്. കഴിക്കട്ടെ.
വിജയേട്ടന്റെ മാലിട്ടിരിക്കുന്നു. എന്റെ മാളുടെ മരം കയറി വീണ്ടും കയറിണ്ട്. മരം കയറി ഓണത്തിന് ഒരു പ്രാവശ്യം കയറി, ഇതാ വീണ്ടും കയറി കൊടുക്കണം. എന്താ അതിന്റെ പോലത്തെ വിശേഷം? അതാ അപ്പൊ പറ്റിയ ആൾക്കാരെ കൂട്ടി നമ്മള് നേരത്തെ കൂടെ വന്നിരുന്നേ. സോഡ ഉണ്ട് ഇവിടെ ഒന്ന് കുടിച്ചോ. കൊറേ കാലായി ഗോലി സോഡ കുടിച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഗോലി സോഡ എങ്ങനെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കോട്ടി ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്കൊന്നും അറിയില്ല. പണ്ടത്തെ സോഡയാണ് കോട്ടി. ഗോലി സോഡ ലാൽബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കാണാത്തവരൊന്ന് വന്ന് കാണണം. ഒരു ലോകാണ് ഇവിടെ കാണാൻ മാത്രം ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോ അവിടെ കണ്ടില്ലേ, അങ്ങോട്ടൊന്ന് നോക്കിയേ. അവിടെ കണ്ട, അവിടെ ഒരു കുന്ന് കാണാണ്ട്, അവിടെ ലേക്ക് ഉണ്ടെന്നൊക്കെ പറയണ. അപ്പൊ അവിടേക്ക് നോക്കാൻ പോകേണ്ട ഒരു ലോകാണ്. എല്ലാവരും ഒന്ന് വന്ന് കാണുക. പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടോളേട്ടാ. അപ്പൊ നമ്മുടെ ലാൽബാഗ് പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞു. സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ്. സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ, ടാറ്റാ. അപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ അവസാനിച്ചു. ഞങ്ങൾ ട്രെയിൻ എഴുതാ ഇവിടെ വന്ന് കിടക്കണു. അപ്പൊ ഞങ്ങള് കേരളത്തിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഞങ്ങള് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ടാറ്റ പറഞ്ഞു. ഞങ്ങള് ഫുഡ് കൈപിടിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഫുഡ് കൈപിടിച്ച് തുറക്കണം മോനെ? വടാപ്പാവ്, ബിസ്ക്കറ്റ്, വടാപ്പാവ്, ബിസ്ക്കറ്റ് കൈപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് അവിടെ എത്തും. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് കയറി കിടന്നുറങ്ങണം. ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ കിടക്കാൻ പോവാണ്. ഏറ്റവും മുകളിലത്തെ ബർത്തിലാണ് കിടക്കുന്നത്. ഹലോ, ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് പോകുമ്പോ ഒരു സന്തോഷമാണ്, വരുമ്പോ ഒരു വിഷമാണ് മനസ്സില്. നമ്മൾ തൃശ്ശൂർ എത്തി. നമ്മൾ ജബാർക്കോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ജബാർക്കോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. അപ്പൊ ഞങ്ങൾ തൃശ്ശൂർ എത്തി.
അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് എത്തി. സമയം ഇപ്പൊ എത്രയായി? 5:30 മണിയായി. ഞങ്ങള് വീട്ടിലെത്തി. അപ്പൊ ബാംഗ്ലൂരത്തെ ഒരാഴ്ചത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ബിജു മോനെ? സൂപ്പറല്ലേ? ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ചുമയൊക്കെ മാറിയില്ലേ ബാംഗ്ലൂര് പോയപ്പോ? അപ്പൊ ഞങ്ങള് ഇനി അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.